ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വീട്ടിലുണ്ടല്ലോ, ഉടനെ തന്നെ ഒരു കല്യാണം വരാൻ വേണ്ടി പോവാം. അപ്പം ചെറുക്കനും പെണ്ണിനും കൂടെ ഞങ്ങൾക്കും കുറച്ച് ഡ്രസ്സ് എടുക്കാനുള്ള പോക്കാണ് കേട്ടോ ഇന്ന്. എൻ്റെ അമ്പുകൂട്ടനെ നോക്കിക്കേ, നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈൽ മാനായിട്ടല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾ പോണത് തൊടുപുഴയിലുള്ള മഹാറാണി സിൽക്സിലാണേ. പിന്നെ ഞങ്ങളും പെണ്ണിൻ്റെ വീട്ടുകാരും ഒരേ സമയത്താണ് കേട്ടോ അവിടെ ചെന്നത്. ഈ മഹാറാണി സിൽക്സിനെ കുറിച്ച് ഒരുപാട് റിവ്യൂസ് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് എവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പം ഒരുപാട് പേരിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കേട്ടത് നമ്മൾ ഈ ഷോപ്പിൻ്റെ പേരാണ് കേട്ടോ. ചെന്ന് കയറിയ പാടെ എൻ്റെ കണ്ണ് അങ്ങോട്ട് പോകണ കണ്ടിട്ട് ശരത്തേട്ടൻ പറഞ്ഞു, വന്ന് കയറിയതല്ലേ ഉള്ളൂ, നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് വലിച്ചുകൊണ്ട് പോയിട്ടോ. പിന്നെ ഇത് നോക്കിക്കേ, ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ അവരുടെ റണ്ണിങ് മെറ്റീരിയൽ സെക്ഷനാണേ. ഈ ഒരു സെറ്റ് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതാണ് കേട്ടോ വെഡ്ഡിങ് കളക്ഷൻ വരുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് കയറിയ പാടെ എൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, ആ നിൽക്കുന്ന സാരി ഞാൻ ഉടുത്തു നോക്കുകയാണെങ്കിൽ എന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കുമെന്ന്. ഞാൻ പിന്നെ വലിയ കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ. ഈ ട്രോളൊക്കെ എനിക്ക് എന്നും കേൾക്കുന്നത്, അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തതേയില്ല. പക്ഷേ ഇവിടുത്തെ വെഡ്ഡിങ് കളക്ഷൻ ഉണ്ടല്ലോ, എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ. ഈ ഡിസ്പ്ലേയിലിരിക്കുന്ന ഐറ്റംസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഏറ്റവും സ്പെഷ്യൽ മൊമെൻ്റായ സാരി ഹണ്ടിങ്ങിലേക്ക് കടന്നേ. ഉള്ള സാരി മൊത്തം വലിച്ചു വാരിയിട്ടപ്പോഴാണ് അവിടെ ഒരു മിറർ വെറുതെ കിടക്കുന്ന കണ്ടത്. അതിൻ്റെ മുന്നിലൊന്ന് പോയി നിന്നപ്പം എനിക്കൊരു മനസ്സുഖം. അപ്പോഴേക്കും നമ്മുടെ പെണ്ണ് സാരിയൊക്കെ വെച്ച് നോക്കി തുടങ്ങിയേ. അതിനകത്ത് കുറച്ച് രണ്ട് മൂന്ന് നാല് സാരിയൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ച് നോക്കിയിട്ട് അതിനകത്ത് രണ്ടെണ്ണം ഞങ്ങൾ ഫിക്സ് ചെയ്തേ. നിങ്ങൾക്ക് ഏത് സാരി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അവരവിടെ സാരി ഉടുക്കലൊക്കെ തകൃതിയെ നടന്ന സമയത്ത് ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ സംഭവം എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇവരിത് റെൻറ്റിന് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു കേട്ടോ. എന്ത് രസമാണെന്നറിയാമോ, എന്ത് നല്ല സൂപ്പർ സെറ്റാണെന്നറിയാമോ. അങ്ങനെ സാരി മൊത്തം വലിച്ചു വാരിയിട്ട് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുന്ന കല്യാണ ചെക്കനാണ് ഇതേ. കല്യാണം കഴിഞ്ഞ് 5 വർഷമായെങ്കിലും ഈ കല്യാണ സാരിയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു സാരി അവിടുന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള നോട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് തന്നെ എനിക്കിഷ്ടമുള്ള സാരി ഞാൻ ഫിക്സ് ചെയ്തേ. പിന്നെ നമ്മുടെ ചെക്കൻ്റെ ഡ്രസ്സും നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 5 മണിയായി. രാവിലെ 10 മണിക്ക് ഇറങ്ങിയതാണേ, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓടിപ്പിടിച്ച് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് അവിടുന്ന് ഇറങ്ങി.